ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു 1.5 kg വെയിറ്റ് വരുന്ന 2 ടയർ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇതിൽ തന്നെ ക്രീമിൽ എങ്ങനെയാണ് നല്ല ഡാർക്ക് റെഡ് കളർ കിട്ടുക എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു 6 മുട്ട എടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ അരിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു 1.5 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് 2 പ്രാവശ്യം അരിച്ച് വെച്ചതാണ്. ഇത്രയും ചെയ്ത ശേഷം ഓവൻ ഇവിടെ ഒരു 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഗ്യാസ് അടുപ്പിലാണെങ്കിൽ ആ പാത്രം ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യം എഗ് വൈറ്റിൽ അല്പം ഉപ്പിട്ടിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എഗ് വൈറ്റ് ഇതേപോലെ പതഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് 3/4 കപ്പോളം പൊടിക്കാത്ത പഞ്ചസാര കുറച്ചായി ചേർത്തിട്ട് നല്ലപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ എഗ് വൈറ്റ് ഇവിടെ നല്ലപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഓരോ യോക്ക് വീതം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനോടൊപ്പം തന്നെ 1.5 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കണം. ഓരോ യോക്കും ചേർത്ത ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്താൽ മതി. അതിനുശേഷം നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഫ്ലോർ മിക്സ് കുറച്ചായി ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അതിനിടയിൽ ഇതിലേക്ക് 1/3 കപ്പ് അളവിൽ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാൽ ഇളം ചൂടുള്ളതായാലോ റൂം ടെമ്പറേച്ചറിലുള്ളതായാലും കുഴപ്പമില്ല. അങ്ങനെ ഫ്ലോറൊക്കെ മുഴുവനായിട്ട് മിക്സ് ചെയ്ത ശേഷം ഈ ഒരു ബാറ്റർ ഒരു 7 ഇഞ്ചിൻ്റെയും പിന്നെ ഒരു 5 ഇഞ്ചിൻ്റെ ടിന്നിലും വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് ഇവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയ ശേഷം 2 കേക്കും 4 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം ചെറിയ കേക്കാണ് ഐസിങ് ചെയ്യുന്നത്. അപ്പോൾ കേക്ക് ബോർഡിൽ അല്പം ക്രീം ആക്കിയിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തിട്ട് അതിന് മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കേക്ക് മുഴുവനായിട്ട് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് അളവിലാണ് ക്രീം എടുത്തിട്ടുള്ളത്. ഫില്ലിങ്ങിനായിട്ട് കുറച്ച് സ്ട്രോബെറി ക്രഷും അതേപോലെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഓരോ ലെയറും ഇതേപോലെ ചെയ്തിട്ട് കേക്ക് മുഴുവനായിട്ട് ക്രം കോട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ചെറിയ കേക്ക് ഇവിടെ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഏറ്റവും താഴത്തെ ടയർ കേക്കും മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് ഇവിടെ ഏകദേശം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതേപോലെയുള്ള ബ്രഷ് വെച്ചിട്ട് താഴെ നിന്നും മുകളിലേക്ക് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. മുകളിലും ഇതേപോലെ ഒരു ഡിസൈൻ ആക്കി കൊടുക്കുന്നുണ്ട്.
ഇനി അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി മുകളിലത്തെ ടയർ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ക്രീമിൽ കുറച്ച് റെഡ് കളർ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രീമിൽ റെഡ് കളർ ചേർക്കുമ്പോൾ നമുക്ക് ഈ ഒരു പീച്ച് കളർ മാത്രമാണ് കൂടുതലായിട്ട് കിട്ടുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ആദ്യം നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം. അങ്ങനെ മുകളിലത്തെ കേക്കും ഇവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ക്രീമിൽ നിന്ന് ഇതേപോലെ കുറച്ച് ക്രീം മാത്രം എടുക്കുക. അതിലേക്ക് കുറച്ചധികം തന്നെ റെഡ് കളർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പാച്ചില വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ബേക്കേഴ്സിൻ്റെ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതിപ്പോൾ ഏകദേശം ഒരു റെഡ് കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. അപ്പോൾ ഒന്നുകൂടി ഡാർക്ക് കളറായിട്ട് കിട്ടും. ഇനി ഇത് നമ്മൾ നേരത്തെ കവർ ചെയ്തിട്ടുള്ള ക്രീമിൻ്റെ മുകളിലേക്ക് ഇതേപോലെ പാലറ്റ് നൈഫ് വെച്ചിട്ട് അവിടെ ഇവിടെ ആയിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു കേക്കിൽ ഏറ്റവും തിന്നായിട്ടുള്ള ലെയറിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു റെഡ് കളർ കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കയ്പൊന്നും വരില്ല. അല്ലാതെ നമ്മൾ കുറേ അധികം ക്രീമിൽ കുറേ അധികം തന്നെ നമുക്ക് റെഡ് കളർ കൊടുക്കേണ്ടി വരും. അപ്പോൾ കേക്കിൽ കയ്പ് ടേസ്റ്റും വരാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇതേപോലെ എല്ലാ വശത്തേക്കൊന്ന് തിന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഇതേപോലെ സൈഡും മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. അപ്പോൾ എത്താത്ത ഭാഗത്തൊക്കെ ആ ഒരു റെഡ് കളർ ആയിക്കോളും. അപ്പോൾ ഇങ്ങനെയൊന്നും ട്രൈ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. അങ്ങനെ കേക്ക് മുഴുവനായിട്ട് ഫിനിഷ് ചെയ്ത് കേക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്കൊരു 3-4 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 കേക്ക് നല്ലപോലെ സെറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ 2 കേക്കും ഇവിടെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റാക്ക് ചെയ്യാം. അപ്പോൾ താഴത്തെ കേക്കിൽ ഇതേപോലെ 2-3 സ്ട്രോ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മുകളിലത്തെ കേക്ക് ഇതേപോലെ സൂക്ഷിച്ചിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് ആയോ എന്ന് നോക്കിയിട്ട് വേണം പാലറ്റ് നൈഫ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി 2 കേക്കിനെ ഹൈറ്റിനനുസരിച്ചിട്ട് ഒരു സ്ട്രോ കൂടി നടുവിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇതേപോലെ സർക്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് മുകളിലത്തെ കേക്കിൽ അവിടെ ഇവിടെ ആയിട്ട് വെച്ച് കൊടുക്കാം. ഇതൊരു കസ്റ്റമൈസ്ഡ് കേക്കാണ്. അതിനുശേഷം കുറച്ച് റോസ് ഫ്ലവേഴ്സ് ആക്കിയിട്ട് മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രഷ് ലീഫും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. താഴത്തെ കേക്കിനെയും മുകളിലത്തെ കേക്കിൻ്റെ ഇടയിലായിട്ട് ചെറിയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ കുറച്ച് ഗോൾഡൻ ബോൾസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.